സമീപകാല സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ നഷ്ടമുണ്ടായിട്ടുള്ളത്, തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വിശ്വാസ വഞ്ചന നേരിടേണ്ടി വന്നതൊക്കെ തന്നെ ഇറാനാണ്. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഏതാണ്ട് 1.5 മാസം മുൻപ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു അനുരഞ്ജന ചർച്ചകളൊക്കെ നടക്കുകയായിരുന്നു. അത് ഇസ്രായേലും അമേരിക്കയും ഇറാനും ഒക്കെ ചേർന്ന് തുർക്കിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടക്കുകയായിരുന്നു. പക്ഷേ പൊടുന്നനെയാണ് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായത്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, ഖമനേയി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് അമേരിക്കൻ ബോംബിങ്ങിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇറാന് കാര്യമായ നാശനഷ്ടം തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എണ്ണ കയറ്റുമതിയിൽ വലിയ ഉപരോധം വരുന്നു. രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ സ്കൂളുകൾക്ക് അവധി നൽകാൻ ഇറാൻ നിർബന്ധിതമാവുകയാണ്. കാരണം ഏത് നിമിഷവും കനത്ത ആക്രമണത്തിലേക്ക് ഇറാൻ ചെന്ന് വീഴാം, അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരാം എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറുവശമുണ്ട്. ഇറാൻ ഹൂതികൾക്കും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമൊക്കെ വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നു. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ഇറാൻ്റെ പരിപൂർണമായ പിന്തുണ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന അവരുടെ രാജ്യങ്ങളിൽ അവർ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്ന വിമത ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടിങ് നടത്തിയത് ഇറാനാണ് എന്ന ഒരു പ്രശ്നം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനപ്പുറത്തേക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത്, സമീപകാല സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇറാന് വലിയ നാശനഷ്ടമുണ്ടായിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പ്രശ്നം അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെ വലിയ ആശങ്കയൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഒരു ആണവ ശക്തിയാകുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തൽ ഉണ്ടായിട്ടും, പലകുറി വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടും, അത്തരം ചർച്ചകൾ നടന്നിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ലെബനനിലേക്കും അല്ലെങ്കിൽ ഇറാനിലേക്കും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നത് അവരുടെ ആശങ്ക കൊണ്ട് മാത്രമാണ്. ഇവിടെ ഇറാൻ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് റഷ്യ ഇതിനകം തന്നെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ യുദ്ധം തീരാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ പോലെ, ചൈന പോലെ, പാകിസ്ഥാൻ പോലെ ഒരു രാജ്യമാണ് റഷ്യയും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ യുദ്ധം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ റഷ്യ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുക്കാൻ തയ്യാറാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ ഇതുവരെ ഇറാൻ തയ്യാറായിട്ടില്ല. അവർക്ക് ഇത്രയും കഷ്ടനഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഈ യുദ്ധം അവസാനിക്കുന്ന സാഹചര്യമുണ്ടാകും. അത് ഇറാൻ ജനത എങ്ങനെ സ്വീകരിക്കും, അവരുടെ നേതാക്കൾ എങ്ങനെ സ്വീകരിക്കും, ലോകത്തിന് മുന്നിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷീണമുണ്ടാകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മറുവശത്തുണ്ട്. അല്ലെങ്കിൽ സധൈര്യമായി അമേരിക്കയുടെ ഡിമാൻഡുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുക, യുദ്ധം വന്നാൽ അത് നേരിടുക എന്ന ഒരു നിലപാടിലേക്ക് പോവുക. നമുക്കറിയാം, ഇപ്പോൾ ഹോർമൂസിൽ വലിയ ഉപരോധമാണ് അമേരിക്കയുടെ സേന വരുത്തിയിട്ടുള്ളത്. ആ ഒരു സേന യുദ്ധത്തിലേക്ക് മാറാൻ വലിയ താമസമൊന്നുമില്ല. ആ ഉപരോധം വരുത്തിയിട്ടുള്ള കപ്പലുകൾ വളരെ പെട്ടെന്ന് തന്നെ, ഈ യുദ്ധക്കപ്പലുകൾ ഒരു യുദ്ധ രീതിയിലേക്ക് മാറുക, ഇറാനെ ആക്രമിക്കുക, അതിനൊന്നും വലിയ കാലതാമസമില്ല. വളരെ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം അടുത്ത ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇസ്ലാമാബാദിൽ ഒരു അനുരഞ്ജന ചർച്ച നടക്കേണ്ടതുണ്ട്. അതിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കും. അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുക്കും. അതിന് മുന്നോടിയായി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത്, ലെബനനിലേക്കുള്ള ആക്രമണം, ഇസ്രായേലിൻ്റെ ആക്രമണം, തിരിച്ച് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം, ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ധാരണയായിട്ടുണ്ട്. 10 ദിവസത്തെ വെടിനിർത്തൽ എന്നത് ഈ ഇരു രാജ്യങ്ങളും പാലിക്കുന്നുണ്ട്. അത് വന്ന ശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ചില ആക്രമണങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം 4 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. പക്ഷേ അതിനുശേഷം കാര്യമായ ആക്രമണം ലെബനനിലേക്ക് ഉണ്ടായിട്ടില്ല. തിരിച്ചും അങ്ങനെ ഉണ്ടാകുന്നില്ല. അതൊരു ശുഭകരമായ കാര്യമാണ്. അങ്ങനെ അതിലൊരു ഒത്തുതീർപ്പുണ്ടാവുകയും ഈ ഓഫറുകൾ, അമേരിക്കയുടെ ഓഫറുകൾക്ക് വഴങ്ങി ഇറാൻ പിന്നോട്ട് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായി, അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചില വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു അത്തരം എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്നത് പ്രതീക്ഷിക്കുന്ന അവസ്ഥ കൂടിയാണ്. വിനോദ്, ഇപ്പോൾ
നമ്മൾ പല ഘട്ടങ്ങളിലും ഈ യുദ്ധം ഒരു സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അവിടെ വിലങ്ങുതടിയാകുന്നത് ഇസ്രായേലിൻ്റെ നിലപാടാണ് എന്നത് കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും മറന്നീക്കി പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിലും വിലങ്ങുതടിയായത് നെതന്യാഹുവിൻ്റെ നിലപാടാണ് എന്നതാണ് പുറമേക്ക് വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ? ലെബനനുമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ലെബനീസ് പ്രസിഡന്റ് നേരിട്ട് ഇസ്രായേലുമായി സംസാരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അല്പം ശുഭകരമായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാകുന്നു. അമേരിക്കൻ ബ്ലോക്കേഡിന് ശേഷം ആദ്യമായ ഒരു ഇറാൻ കപ്പൽ ഗൾഫ് മേഖലയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെയൊക്കെ വാർത്തകൾ വരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ ആഗോളതലത്തിൽ കാര്യങ്ങൾ മുഴുവൻ വിലയിരുത്തുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ? ജോസഫാണ്, അദ്ദേഹമാണ് ലെബനന്റെ പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. ഇവർ രണ്ടും താൻ പറയുന്നത് കേൾക്കുന്നു, അവർ വെടിനിർത്തലിലേക്ക് പോയി എന്ന കാര്യമാണ് ട്രംപ് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത്. താൻ സമാധാനം കൊണ്ടുവരുന്ന, യുദ്ധം അവസാനിപ്പിക്കുന്ന 10ാമത്തെ സംഭവമാണ് എന്ന കാര്യത്തിൽ ട്രംപ് വലിയ തോതിൽ കൊട്ടിഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് സ്വയം എടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും ലെബനനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ശാന്തമായാൽ തന്നെ, അത് കുറേയധികം ഒഴിവായാൽ തന്നെ, ഇല്ലാതായാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് കുറേ പരിഹാരമാകും. ഇറാൻ പ്രധാനമായും ഇങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു എന്നതൊക്കെയാണ് ഇസ്രായേലിൻ്റെ പരാതി. മാത്രമല്ല ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തം ഇറാൻ തുടരുകയാണ്. അവർ ഊർജ്ജാവശ്യത്തിന് വേണ്ടിയാണ് തങ്ങൾ ഈ സമ്പുഷ്ടീകരണം നടത്തുന്നതെന്ന വാദമാണ് തുടരെ ഈ ചർച്ചകളിലും അവർ അങ്ങനെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ നമുക്ക് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, മറ്റ് രാജ്യങ്ങൾക്ക് ആണവശക്തി ആകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്കായിക്കൂടാ എന്നൊരു ചോദ്യം ഇറാൻ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അവരുടെ സമീപനത്തിൽ അത് വ്യക്തമാണ്. കാരണം ഇപ്പോൾ ഈ വെടിനിർത്തൽ ഉണ്ടായ ശേഷം, അതായത് അമേരിക്ക സഖ്യസേന, ഇസ്രായേൽ സേന ഇറാനിലേക്ക് ഉള്ള ആക്രമണം അവസാനിപ്പിച്ച ശേഷം ഇപ്പോൾ ഉപരോധം മാത്രമാണ് തുടരുന്നത്. ആ ശേഷമുള്ള ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇറാനിൽ സെല്ലാറുകളിലാണ് അവർ എങ്ങനെ ഈ ഭൂഖണ്ഡാന്തര മിസൈലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടുത്തെ അറ്റകുറ്റപ്പണികൾ ഇറാൻ നടത്തുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തുവിട്ടിരുന്നു. അതായത് ഈ സമയം കൊണ്ട് അവർ ഉള്ള ആയുധങ്ങൾ വീണ്ടും യുദ്ധത്തിന് പാകപ്പെടുത്തുന്നു, സജ്ജമാകുന്നു. കാരണം ഇറാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇറാനുള്ള അനുഭവം അങ്ങനെയാണ്. നേരത്തെ ഈ അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നതും. ഖമനേയി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഏറ്റവും ഒടുവിൽ ലാരിജാനി ഉൾപ്പെടെ ഏതാണ്ട് 12 നേതാക്കളാണ് ആ ഒരു തുടർച്ചയിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇറാൻ തീർന്നു പോകുമെന്ന് ഇസ്രായേലും അമേരിക്കയും കരുതുന്ന ഘട്ടത്തിലാണ് മുസ്തഫ ഖമനേയിയുടെ നേതൃത്വത്തിൽ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുന്നത്. അത് ഇസ്രായേലിന് എതിരെ മാത്രമല്ല, അമേരിക്കയുമായി സഖ്യം പുലർത്തിയിട്ടുള്ള അറബ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ആ ആക്രമണം മുന്നോട്ട് പോകുന്നു. പക്ഷേ നമുക്ക് 2 കാര്യങ്ങളിലാണ് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്നത്. ഒന്ന്, ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച. മറ്റൊന്ന്, ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ. അതൊരു സമാധാനത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ യുദ്ധം അവസാനിക്കും. എന്തായാലും ഇപ്പോൾ റഷ്യയും ഇന്ത്യയും ഒക്കെ ആ വെടിനിർത്തലിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിനോടകം തന്നെ ഇന്ന് വിദേശകാര്യ മന്ത്രാലയം തന്ന ഒരു കണക്ക് 2361 ഇന്ത്യൻ നാഷണലിസ്റ്റിനെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാനിൽ നിന്ന് തിരികെ എത്തിച്ചിട്ടുണ്ട് എന്നൊരു കണക്കാണ്. അത് 2361 പേരെയാണ് നാട്ടിൽ തിരിച്ചെത്തിച്ചിരിക്കുന്നത് എന്നൊരു കണക്ക് വരുന്നു. എത്രയധികം ആളുകളെ ഇത് ബാധിക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടുക്കളകളിൽ വരെ യുദ്ധം ബാധിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കും.